കാൽവരിയുടെ വിരിമാറിൽ ദൈവം നിനക്കായി കാത്തുവെച്ചൊരു സ്നേഹം, ക്രിസ്തു യാഗമായി നൽകിയ സ്നേഹം വെറുമൊരു ഓർമ്മയല്ല, ജീവിതമായിരുന്നു. രണ്ടുപേരും നിന്ന ന്യായാസനത്തിൽ സത്യം മേലങ്കി ഉരിഞ്ഞും അസത്യം ചിരിച്ചും നിന്നു. അവസാനം വിവസ്ത്രമായ സത്യം അസത്യത്തെ തന്നെ സ്നാനപ്പെടുത്തി. നോട്ടം കൊണ്ട്, ക്രിസ്തുവിൻ്റെ നോട്ടം കൊണ്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്നു ദി ലോസ്റ്റ് കോയിൻ. ഞാൻ കാരണ ആ മനുഷ്യൻ, ഞാൻ കാരണ അവൻ അവർ കൊന്നേ. അവൻ എന്ത് ചെയ്തിട്ടാ? ഞാനല്ലേ എല്ലാം ചെയ്തേ. പിന്നെ എന്തിനാ അവനെ അവര് എന്റെ മുന്നിലിട്ട് അവനെ അവര് ഇത്രയൊക്കെ ചെയ്തിട്ടു എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. സ്വന്തം മകനെ നഷ്ടപ്പെട്ട ആ അമ്മയുടെ കണ്ണുനീരിന്, അവനെ സ്നേഹിച്ചവരുടെ ശാപത്തിന് ഞാൻ എങ്ങനെ ഉത്തരം കൊടുക്കും? എന്റെ ദൈവമേ, ദൈവം നീയല്ലാത്തിനും കാരണം. നീയാ അല്ല അവനല്ല, ഞാനാ മരിക്കണ്ടേ. ആർക്കും വേണ്ടാത്ത ഈ നശിച്ച ജന്മ മരിക്കണ്ടേ. ഇവരിൽ ആരെയാണ് ഞാൻ നിങ്ങൾക്കായി മോചിപ്പിക്കേണ്ടത്? യൂദന്മാരുടെ രാജാവെന്ന് അവകാശപ്പെടുന്ന യേശുവിനെയോ അതോ ബറാബാസിനെയോ? ബറാബാസിനെ വിട്ടയക്കുക.
തുറങ്കിലടക്കപ്പെട്ടില്ലേ? അവൻ തന്നെ. ആ ബറാബാസ് ആണോ? അതെ, ബറാബാസ് തന്നെ. ഇനി മനസ്സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല. സഹോദര, എന്നെ മനസ്സിലായില്ലേ? ഞാനാ ബറാബ. എന്നെ ഒരു വെറുതെ വിട്ടു. എന്റെ കച്ചവടം നടക്കട്ടെ. നിങ്ങൾക്ക് എന്നെ മനസ്സിലായോ? ഞാൻ ബറാബ. നിങ്ങൾ പറഞ്ഞിട്ടല്ലേ എന്നെ ഒരു വെറുതെ വിട്ടേ? നിങ്ങൾ ആ കള്ളനെ കൊലപാതകമല്ലേ? നിങ്ങൾക്ക് എവിടെ എന്താണ് കാര്യം? നിങ്ങൾ പോ, ഞാൻ എന്റെ ജോലി ചെയ്യട്ടെ. മനസ്സിലായോ? ഞാനാ ബറാബ. നിങ്ങൾ പറഞ്ഞിട്ടല്ലേ എന്നെ വിട്ട്? എന്നിട്ടിപ്പോ നിങ്ങൾക്ക് ആർക്കും എന്നെ വേണ്ടേ? ആർക്കും എന്നെ വേണ്ടേ? മോനെ 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 എന്നെ പോലുള്ള അക്രമികളൊക്കെ അങ്ങേക്ക് ബോധിക്കോ? മതിയടാ നിന്റെ ഈ പരിഹാസം. നിനക്കിപ്പോ ഇങ്ങനെ നിവർന്നു നിന്ന് പുച്ഛിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഹോ ഭാഗ്യം. നീ സന്തോഷിക്ക്, മതിമറന്ന് സന്തോഷിക്ക്. നിന്റെ കഴിവിലാ ഇങ്ങനെ മോചിതനായി വിലസുന്നതെന്ന് നീ കരുതണ്ട. എടി പെണ്ണേ, നീ വലിയ രാജ്ഞിയായിരിക്കാം. പക്ഷെ നീ ഒന്ന് മനസ്സിലാക്കിക്കോ, എന്നെ പുറത്തു കൊണ്ടുവന്നത് ഈ മനുഷ്യരാ. ഇവർക്ക് എന്നെ മതിയെന്ന് ഈ എന്നെ. എന്നിട്ടിപ്പോ അവർക്ക് നിന്നെ വേണ്ട. അവർക്കെന്നല്ല, ഈ ലോകത്തിലെ ആർക്കും നിന്നെ വേണ്ട. പക്ഷേ ഈ ലോകത്തിന് വേണ്ട ഒരുവനുണ്ടായിരുന്നു. ഈ ലോകത്തിന് മുഴുവൻ രക്ഷ നൽകാൻ കഴിവുള്ള ഒരുവൻ. എന്നിട്ട് നിനക്കൊക്കെ വേണ്ടിയാടാ അവനെല്ലാം ഏറ്റെടുത്തേ. ഈ നിൽക്കുന്ന നീ അവന്റെ കരുണയാടാ. ആ മനുഷ്യൻ തന്ന ദാനമാടാ നിന്റെ ശ്വാസം. നീ ആരെപ്പറ്റി പറയുന്നേ? തൊട്ടടുത്തുണ്ടായിട്ട് പോലും നിനക്ക് അവനെ കാണാൻ കഴിഞ്ഞില്ല. കണ്ടിരുന്നെങ്കിൽ നീ ഇങ്ങനെ അഹങ്കരിക്കില്ലായിരുന്നു. ഇപ്പോ അവൻ അനുഭവിക്കുന്ന ഓരോ വേദനയ്ക്കും, ഓരോ തുള്ളി രക്തത്തിനും നീയാ കാരണക്കാരൻ. നീ മാത്രാ കാരണക്കാരൻ. ചെല്ല്, നീ അവന്റെ അടുത്ത് ചെല്ല്. ആരാവൻ? അവന്റെ പേരെന്താ? അവനിപ്പോ എവിടാ? എനിക്ക് അവൻ അറിയില്ലല്ലോ. ആരെങ്കിലും ഒന്ന് പറഞ്ഞു താ.
എന്തിനാ നീ എനിക്ക് വേണ്ടി? എല്ലാവരും പറയുന്നത് നിന്നെ പറ്റിയാണോ? ഓ, അപ്പൻ എനിക്ക് ഇവനെ അറിയില്ലല്ലേ? ഇവനെ ഈ അവസ്ഥയിലാക്കിട്ട് നിനക്ക് ഇവനെ അറിയില്ലല്ലേ? നീ കൂടെ ചെല്ലി അവനടിക്കേ. ഇവരൊക്കെ പറയുന്നത് പോലെ നീ ഇതൊക്കെ അനുഭവിക്കുന്നത് ഞാൻ കാരണമാണോ? എനിക്ക് വേണ്ടിയാണോ? പറ. Emmi.
ജീവിതം. ഞാൻ പിന്നെ എന്ത് ചെയ്യണം? നാടിനും നാട്ടാർക്കും വേണ്ടാത്തവന്റെ മുമ്പിൽ, ഒരു നശിച്ചവന്റെ മുമ്പിൽ മരണമല്ലാത്ത മറ്റൊരു വഴിയുമില്ല. ഈ ലോകത്തിലിപ്പോ എന്നെ കുറ്റപ്പെടുത്താത്തവരായി ആരുമില്ല. കാണുന്നവരുടെ എല്ലാം മുമ്പിൽ ഞാൻ വെറും ഒരു കോമാളിയാണ്. എന്റെ ജീവിതം എനിക്കായി കരുതി വെച്ചിരിക്കുന്നത് ഈ തൂക്കുകയറാണ്. ഞാൻ അതിലേക്ക് പോയേ പറ്റൂ. നീ ഇപ്പൊ കടന്നുപോയ അവസ്ഥയിലൂടെ ഞാനും കടന്നു പോയിട്ടുണ്ട്. ആരും മനസ്സിലാക്കാനില്ലാതിരുന്നപ്പോഴും എല്ലാവരും കുറ്റപ്പെടുത്തിയപ്പോഴും ഒരുവൻ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അതവനാ. ജീവിതമായിരുന്നു. മറ്റാർക്കും തരാൻ പറ്റാത്ത പുതിയൊരു സ്നേഹമായിരുന്നു. കുറ്റവും കുറവും കണ്ട് വിധിക്കാൻ നിൽക്കുന്ന ഈ ക്രൂര സമൂഹത്തിന്റെ നടുവിൽ കുറവ് കണ്ട് സ്നേഹിച്ചവനാ അവൻ. മതി, നിർത്ത്. അവന്റെ സ്നേഹത്തിനും കരുണയ്ക്കും അതിനൊന്നും ഞാൻ യോഗ്യനല്ല. അവനെ അവര് കൊല്ലാക്കൊല ചെയ്യുന്നത് നോക്കി നിന്നവനാ ഞാൻ. അവനെ അതിൽ നിന്ന് രക്ഷിക്കാൻ കഴിയാതെ നിസ്സഹായനായവൻ. നിനക്ക് കൂടെ വേണ്ടിയാ അവൻ ഈ ഭൂമിയിലേക്ക് വന്നേ. ബറാബാസ്, നീ അവനെ രക്ഷിക്കുക എന്നതായിരുന്നില്ല, നഷ്ടപ്പെട്ടു പോയ നിന്നെയും കണ്ടെത്തുക എന്നതായിരുന്നു അവന്റെ ലക്ഷ്യം. യേശുവേ, നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും കൂടി ഓർക്കണമേ. ഇന്നു നീ എന്നോടുകൂടെ പറുദീസായിലായിരിക്കും.
തുളയ്ക്കപ്പെട്ട കാലുകളും പിളർക്കപ്പെട്ട പാർശ്വവും തകർക്കപ്പെട്ട ശരീരവും നിണമൊഴുകുന്ന മുറിവുകളും വിളിച്ചോതുന്നത് ഒന്നു മാത്രം. ത്യാഗത്തിൻ്റെയും സന്ദേശം ആകാശവീഥികളിൽ അവതരിക്കുകയായിരുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്ന നിലവിളിയോടെ കുരിശിൽ അവൻ പിടഞ്ഞു മരിക്കുമ്പോൾ അവൻ ഏറ്റെടുത്തത് എൻ്റെ പാപങ്ങളായിരുന്നു, എൻ്റെ വേദനകളായിരുന്നു, മുറിവുകളായിരുന്നു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷയായ ദിനം.